ജപമാല കയ്യിൽ പിടിച്ചോണ്ട് ഒച്ചത്തിൽ പറയണം, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പരിശുദ്ധ അമ്മ ഇതാ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എൻ്റെ മകനെ, മകളെ, നീ വിഷമിക്കേണ്ട. നിന്റെ അവസ്ഥ നന്നായിട്ട് ഈ അമ്മയ്ക്ക് മനസ്സിലാകും. ഒന്നാം രഹസ്യം, സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം ആരംഭിക്കുന്നത് എവിടുന്നാ പറഞ്ഞേ? പിയാത്തയിൽ അവസാനിക്കുന്ന യാത്ര ആരംഭിച്ചത് ഫിയാത്തിൽ നിന്നാണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ, സംഭവിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ മകന്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ മകളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ? മാലാഖ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വഴിയിൽ ഇട്ടിട്ട് പോയെന്നല്ല അതിന്റെ അർത്ഥം. അവയെ നേരിടാൻ വേണ്ട ചങ്കുറപ്പ് കിട്ടിയെന്ന് ഈ സ്ത്രീക്ക്. എന്താണ് ഈ ആകുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആകുലത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യം, വ്യക്തം, ദൈവത്തിലുള്ള ആശ്രയത്തില്ലെന്ന്. ചിലർക്ക് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഒരു മൂഡ്, 10 മണിയാകുമ്പോൾ വേറെ ഒരു മൂഡ്, 12 മണിയാകുമ്പോൾ അടുത്ത മൂഡ്, ഉച്ച കഴിയുമ്പോൾ വേറെ മൂഡ്. ഇതേത് മൂഡ്? ഈ ജീവിത വഴികളിൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃക തന്ന പരിശുദ്ധ മറിയം. ഇതൊരു യാത്രയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കരങ്ങളിൽ ജപമാല പിടിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കാൻ പോവാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേർഡ് 6 and 7. 6-ാം വചനം നമ്മളൊന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ ഏറ്റുചൊല്ലണം. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. ഉച്ചത്തിൽ പറയണം. ജപമാല കയ്യിൽ പിടിച്ചോണ്ട് ഒച്ചത്തിൽ പറയണം, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പോരന്നേ, അല്പം കൂടെ ബലത്തിൽ പറയണം, നല്ല ഒച്ചത്തിൽ പറയണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ അമ്മേനെ കൂട്ടിന് പിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകത, ഈ ജീവിതത്തിൽ ഈ വചനം പഠിച്ച ഒരാളാണ്, ഈ വചനം ജീവിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വചനം നമ്മൾ പറയുമ്പോൾ വിശ്വസിച്ചോണം, അത് നമ്മിൽ സംഭവിക്കണം. അതുകൊണ്ട് എല്ലാവരും വാ തുറന്ന് ഒച്ചത്തിൽ പറയണം, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം തിരുവചനം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു. ഒരിക്കൽ കൂടെ ഏറ്റു പറയുന്നു, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ വഴി സമ്മാനിക്കുന്ന അത്ഭുതകരമായൊരു വചനമാണ്. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ടാകുലപ്പെട്ടിട്ടുള്ളവരാണ്. യെസ് ഓർ നോ? യെസ്, ഒരു സംശയം വേണ്ട. പലവിധ വിഷയങ്ങളിൽ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധ അമ്മ ഇതാ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എൻ്റെ മകനെ, മകളെ, നീ വിഷമിക്കേണ്ട. നിന്റെ അവസ്ഥ നന്നായിട്ട് ഈ അമ്മയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ടൊരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പഠിപ്പിച്ചൊരു കാര്യം, അത് പൗലോസ്ലീഹ പഠിപ്പിച്ച കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും?
നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന, നമുക്ക് കുറെ ധാരണകളുണ്ട്, നമ്മുടെ തലയ്ക്കകത്ത് കുറെ ചിന്തകളുണ്ട്, ഇങ്ങനെ 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 പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, നിന്റെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. ആരുടെ സമാധാനം? പറയൂ. ദൈവത്തിന്റെ സമാധാനം. ആരുടെ സമാധാനം? ദൈവത്തിന്റെ സമാധാനം. നാട്ടുകാർ നൽകുന്നതല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. ആര് നൽകുന്നത്? ദൈവം നൽകുന്ന സമാധാനം നിന്റെ ഹൃദയത്തെയും നിന്റെ ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പറഞ്ഞ വചനം അനുഭവിക്കാൻ പറ്റിയ, അനുഭവിക്കാൻ ശ്രദ്ധിക്കേണ്ട ശുശ്രൂഷ രീതിയാണ് ജപമാല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. എത്ര വലിയ ആകുലപ്പെട്ട കാര്യമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടുകൂടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില വഴികൾ ഇങ്ങനെ തുറന്നു വരും. നമ്മുടെ ബുദ്ധിയിൽ കാണാത്ത, ചിന്തകളിൽ ഇന്നോളം ആലോചിച്ചിട്ടില്ലാത്ത എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ചില വഴികൾ തെളിഞ്ഞു വരും. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? അങ്ങനെ ജീവിതത്തിൽ പരിശീലിച്ച ഒരാളെയാണ് നമ്മൾ ജപമാലയിൽ കൂട്ടുപിടിക്കുന്നത്. ആരാണത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ജപമാല ചൊല്ലി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കണം, ഇത് വെറുതെയുള്ള ഒരു യാത്രയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഒരു യാത്രയല്ലേ? അങ്ങനെയല്ലേ? സന്തോഷത്തിന്റെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യം, ദുഃഖത്തിന്റെ രഹസ്യം. 4, മഹിമയുടെ രഹസ്യം. ഈ രഹസ്യങ്ങളിലൊക്കെ നിഴല് പോലെ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മ. 1-ാം രഹസ്യം, സന്തോഷത്തിന്റെ 1-ാം രഹസ്യം ആരംഭിക്കുന്നത് എവിടുന്നാ? പറഞ്ഞേ, എവിടുന്നാ? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ ദൈവദൂതൻ ചെന്നിട്ട് പറയും. എന്തു പറയും? നീ ഗർഭം ധരിക്കാൻ പോകുന്നു, ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. അപ്പോൾ ആ പെണ്ണ് എന്തു പറഞ്ഞു? എന്നെ കൊണ്ട് പറ്റിയല്ല, ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല, ഒന്ന് പൊക്കെ എന്നും പറഞ്ഞോണ്ട് ഓടിച്ചു വിട്ടോ? ഇല്ല. മറിച്ച് മറിയം എന്തു പറഞ്ഞു? ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം. ഓപ്പൺ ദ ബൈബിൾ തുറക്കൂ. 1-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം പറയുന്നു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. മറിയം പറഞ്ഞു. പറഞ്ഞേ, മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലെറ്റ് ഇറ്റ് ബി ഡൺ. നിന്റെ വാക്ക് അതെന്നിൽ നിറവേറട്ടെ. ലാറ്റിൻ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിയാത്ത്. എന്താണ് ഫിയാത്ത്? പരിശുദ്ധ അമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫിയാത്തിൽ നിന്നൊരു യാത്ര ഇങ്ങനെ ആരംഭിക്കും. ഫിയാത്ത് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ബി ഡൺ. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാക്കെന്നിൽ നിറവേറട്ടെ. ദൈവമേ, കാര്യം ശരിയാ, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതിനെയാണ് ഫിയാത്ത് എന്ന് പറയുന്നത്. ഫിയാത്തിൽ ഇങ്ങനെ ആരംഭിച്ച് ജപമാല ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ? ജപമാലയിൽ നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ 1-ാം രഹസ്യം ചൊല്ലി സന്തോഷത്തിന്റെ രഹസ്യത്തിലൂടെ യാത്ര ചെയ്ത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളും കടന്ന് ദുഃഖത്തിന്റെ രഹസ്യങ്ങളും കടന്ന് അവസാനം നമ്മൾ എങ്ങോട്ടേക്ക് എത്തും? മഹിമയുടെ രഹസ്യത്തിലെത്തും. മഹിമയുടെ രഹസ്യം ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ അവസാനം എവിടെ എത്തുന്നത്? പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ കൂട്ടിന് പിടിച്ച് ദിവ്യമായ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു യാത്രയാണ്. ആരിൽ ആരംഭിച്ച യാത്ര? പരിശുദ്ധ അമ്മയിൽ ആരംഭിച്ച യാത്ര. പരിശുദ്ധ അമ്മ ലൂക്ക 1:38 പറഞ്ഞു ഫിയാത്ത്. എന്തു പറഞ്ഞു? ഫിയാത്ത്. ലാറ്റിൻ വാക്കാണ്, ലാറ്റിൻ വാക്ക് ഫിയാത്ത്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഫിയാത്ത്, ഫിയാത്ത്, ഫിയാത്ത്. ഈ ഫിയാത്തിൽ ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ശില്പം മൈക്കൽ ആഞ്ചലോ മനോഹരമായിട്ട് 15-ാം നൂറ്റാണ്ടിൽ റോമിൽ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഇടം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ആ ബസിലിക്കയിൽ ഒരു സുന്ദരമായ ശില്പം 15-ാം നൂറ്റാണ്ടിൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരൻ, ശില്പചാതുര്യം കൃപയായി കിട്ടിയ ഒരുവൻ, ഇഷ്ടം പോലെ ചിത്രങ്ങൾ രൂപങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൈക്കൽ ആഞ്ചലോ. കരവിരുത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതാ. പക്ഷേ ഒരൊറ്റ ചിത്രത്തിന് മാത്രമേ മൈക്കൽ ആഞ്ചലോ ഒപ്പിട്ടിട്ടുള്ളൂ. സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിത്രകാരന്മാര് ആ ചിത്രത്തിന് താഴെ ഒപ്പിടും, തങ്ങളുടെ പേരോ എന്തെങ്കിലും അവരുടെ ഒരു മുദ്ര കൊടുക്കും. എന്നാൽ മൈക്കൽ ആഞ്ചലോ ഒരൊറ്റ ശില്പത്തിന്റെ കീഴിൽ മാത്രമേ അത് ഒപ്പിട്ട് ഇതെന്റേതാണെന്നും പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആ ചിത്രത്തിന്റെ പേരാണ് പിയാത്തെ. എന്നതാണ്? പിയാത്തെ. പിയാത്തെ അതിന്റെ ഒരു ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം കമ്പാഷൻ എന്നൊക്കെയാണ്, പൈറ്റി എന്നാണ്. കമ്പാഷൻ, പിയാത്തെ. പിയാത്തയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? എന്താ പിയാത്തെ ചിത്രം? പിയാത്തയുടെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെയൊക്കെ നാട്ടിൽ പലയിടങ്ങളിലും ആ ചിത്രം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഏതാ ചിത്രം? പരിശുദ്ധ മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന ഈശോ കുരിശിൽ നിന്നിറക്കപ്പെട്ട്, അല്ലേ, കുരിശിൽ നിന്നിറങ്ങപ്പെട്ട് ഇതാ നിശ്ചലനായിട്ട് മറിയത്തിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഈശോയുടെ ചിത്രം. ആ പുത്രനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ അമ്മ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനെയാണ് പിയാത്തെ എന്ന് വിളിക്കുന്നത്. പിയാത്തെ. അപ്പൊ യാത്ര എവിടുന്നാ തുടങ്ങിയത്? ഫിയാത്തിൽ തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്രയുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ പറയുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് പറയാനല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ, ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ കാര്യങ്ങളെ ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. പിയാത്തയിൽ അവസാനിക്കുന്ന യാത്ര ആരംഭിച്ചത് ഫിയാത്തിൽ നിന്നാണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ. സംഭവിക്കട്ടെ, നിന്റെ വാക്കെന്നിൽ സംഭവിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് 1-ാം അധ്യായം, ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ വായിച്ചു നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു വചനം ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേതാണെന്നറിയോ? ഒന്നും കൂടെ വായിച്ച ആ വചനം. 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, ഒരു കൊച്ചു വാക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വാക്ക്? വായിച്ചേ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. എന്തു മനസ്സിലായി? അപ്പോൾ അവളുടെ മുമ്പിൽ നിന്ന് ദൂതൻ മറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഗർഭകാല സമയത്ത് ഈ മറിയം കടന്നുപോയ ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിൽ തൊട്ടടുത്ത് നിന്ന് ദൂതൻ ആശ്വസിപ്പിക്കുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. മറിയം കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മകനെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി വിഷമിച്ച് നടക്കുമ്പോൾ ആ ദൂതൻ വന്നിട്ട് ഡോണ്ട് വറി, ദേ മകൻ അവിടെയുണ്ടെന്ന് പറഞ്ഞോ ചേച്ചി? ഇല്ല. മകനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട അവസരത്തിൽ നാട്ടുകാര് പലതും പറയുന്നു. മകനെ കുറിച്ച് നാട്ടുകാര് പലതും പറയുന്നു. ആരോപണങ്ങൾ ഇഷ്ടം കൂടെയുണ്ട്, ഭാരം ഇഷ്ടം പോലെയുണ്ട്. വീട്ടിലിരിക്കുന്ന മറിയത്തിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞോ, മറിയമേ ഡോണ്ട് വറി,
മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ, ഡോണ്ട് വറി. പറഞ്ഞോ? ഇല്ലെന്ന്. കുരിശിന്റെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ആ കുരിശ് യാത്രയിൽ ഈശോ കുരിശും പിടിച്ച് ജീവിതയാതനകളും പേറി കാൽവരി മലയിലേക്ക് പോകുമ്പോൾ ഇത് കണ്ട് വിങ്ങിപ്പെട്ടുന്ന മറിയം, ആബേലച്ചൻ കുരിശിന്റെ വഴിയിൽ സുന്ദരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ രണ്ടുപേർ മുഖത്തോട് മുഖം തിരിയുന്നു. കുരിശിന്റെ വഴിയുടെ ഒരു യാത്ര എന്ന് നിൽക്കുന്നത് അവിടെയാ. രണ്ട് കണ്ണുകൾ അല്ലേ, രണ്ടുപേർ പരസ്പരം നോക്കി വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ അല്ലേ. ആരെക്കുറിച്ചാ? മറിയത്തെ കുറിച്ചാ. അങ്ങനെ ഈ മകനെ നോക്കി വിങ്ങിപ്പൊട്ടുമ്പോ തൊട്ടടുത്ത് ഈ മാലാഖ വന്ന് ചേർത്ത് പിടിച്ചോ. മാലാഖ വന്നിട്ട് തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഡോണ്ട് വറി, മകനൊരു 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റോളും, നൗ യു ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞോ? ഇല്ലെന്ന്. ഈ കുരിശേ കിടക്കുന്ന മകനെ നോക്കി താഴെ നിന്നുകൊണ്ട് യോഹന്നാന്റെ കൈ പിടിച്ചുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടപ്പോ തൊട്ടടുത്ത് നിന്ന് മാലാഖ അടുക്ക നിന്നുകൊണ്ട് മറിയത്തോട് പറഞ്ഞ്, കരയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ശരിയാവും. പറഞ്ഞോ? ഇല്ലെന്ന്. മൈക്കലാഞ്ചലോ സുന്ദരമായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് തരുമ്പോൾ സ്വന്തം മടിയിൽ ഇങ്ങനെ മാറോട് ചേർത്തുകൊണ്ടൊരു അമ്മ, ശരീരമാണ് അല്ലേ, മകന്റെ ശവശരീരം, ജീവനുള്ള ശരീരമല്ല കേട്ടോ, ജീവനുള്ള ശരീരമല്ല, ശവശരീരം. ജീവനറ്റ ശരീരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരായുസിൽ പൊന്നുപോലെ വളർത്തിയ മകനല്ലേ, 33 വയസ്സിന്റെ ചോരത്തിളപ്പിൽ ഇവനെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു മാലാഖ പറഞ്ഞോ കുഴപ്പമില്ലെന്ന്? ഇല്ല. ലൂക്കാസ് വിശേഷം 1:38 ബൈബിളിൽ ലൂക്കാസ് വിശേഷകൻ അർത്ഥവത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കാര്യം ഇനി മുന്നോട്ട് നയിക്കണം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. വീണു പോയേക്കരുത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് തോന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയോ, തോന്നും. എന്നാൽ മറിയം പഠിപ്പിക്കുന്ന യാത്രയുടെ പ്രത്യേകത എന്നാന്നറിയാവോ? നീ വീണു പോകരുത്. കാരണം ഒരായുസിൽ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്നൊരു സ്ത്രീയാ നിന്നെ പഠിപ്പിക്കുന്നത്, നീ വീണു പോകരുത്. അതുകൊണ്ടാണ് ജപമാല ചെല്ലുമ്പോൾ വെറുതെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്ത അല്ലെന്ന്. ഇതൊരു ജീവിതമാണെന്ന്. ഓരോ നന്മ നിറഞ്ഞ മറിയമവും ചെല്ലുമ്പോൾ നീ ഹൃദയത്തിൽ പറയണം, യെസ്, ഇത് ജീവിതത്തില് ഒരായുസ് മുഴുവൻ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു സ്ത്രീയുടെ ജീവിതമാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. വചനമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ പരിശുദ്ധ മറിയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ടെന്ന്. ശ്രദ്ധിച്ചോണം. വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടായി ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോ നീ വിചാരിക്കരുത് ഇപ്പൊ ചുറ്റുവട്ടത്തും സ്വർഗീയ മാലാഖമാർ വന്ന് നിന്നെ വീശുവെന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഇരുന്ന് കരയുമ്പോ പെടഞ്ഞു വീഴരുത്. കയ്യിൽ ആ ജപമാല പിടിച്ചോണ്ട് ചിന്തിക്കണം, എന്ത് എനിക്ക് മുമ്പേ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് ഭാരപ്പെടുമ്പോ, അത് ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ, മകനെ കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ പറയുന്നു, മകന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, മകന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ദൈവമേ എല്ലാം തീർന്നിട്ടില്ല. ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള യാത്രയുടെ ബലം അതാണ്. ജീവിത കാലഘട്ടം മുഴുവൻ ആകുലപ്പെടാതെ ഭാരപ്പെടാതെ ജീവിച്ച ഒരു സ്ത്രീ എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ്, ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളോടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷകൾ അർപ്പിക്കുവിൻ. അപ്പോൾ അങ്ങനെ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും
ദൈവത്തിന്റെ സമാധാനം നിറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് അല്പം കൂടെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. അത് പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 10. 1 കൊറിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം. നല്ല ഒന്നാന്തരം വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ മാത്രം ജീവിതത്തിൽ എന്താ ഇങ്ങനെ, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ മകൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ മകളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം എന്നിങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങോട്ട് വായിച്ചോ. എന്താ വചനം പഠിപ്പിക്കുന്നത്? 1 കൊരിന്തോസ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ജപമാലയും പിടിച്ചോണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? പറ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? നീ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ, എടോ ഇതുപോലെ ഒത്തിരി പേർ കൊണ്ടെന്ന്, ഇതെല്ലാ വീട്ടിലും ഉണ്ടെന്ന്. ഇത് മനുഷ്യ സാധാരണമൊന്നുമല്ല. എല്ലാ വ്യക്തി ജീവിതത്തിലും പല രൂപത്തിലും ഭാവത്തിലും അനുഭവിക്കുന്ന സംഭവമാണ്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞേ ആമേൻ. എന്നിട്ട് വചനം പറയണെന്നറിയോ? ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തനല്ല. ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് വചനം പറയുന്നത്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ അർത്ഥം, നിനക്കിപ്പോ ഉള്ള ഈ കുരിശിനെ, ഇപ്പോ ഉള്ള പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആമേൻ, ആമേൻ. ചിലര് പറയത്തില്ല, അയ്യോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ല, താങ്ങാൻ പറ്റും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ താങ്ങാൻ പറ്റും. പറ്റും, ഇട്ടിട്ട് പോണ്ട. അയ്യോ ഈ ഭർത്താവിനെ ഞാൻ എന്ത് ചെയ്യും? അയ്യോ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതല്ല, നിനക്ക് പറ്റും. നിന്റെ മകന്റെ കാര്യം, മകളുടെ കാര്യം, വീട്ടിലെ കാര്യം, ഏത് പ്രശ്നം ചങ്കുറപ്പോടുകൂടെ വിശ്വസിക്കണം. എന്റെ ദൈവം നൽകുന്ന വാഗ്ദാനം എന്താണ്? എനിക്ക് ഇവയെ കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവം എന്നെ സഹായിക്കും. എനിക്ക് പറ്റുമെന്ന് ദൈവം എന്നെ ബലപ്പെടുത്തും. എന്നിട്ട് ഒരൊറ്റ സുന്ദരമായ വചനം കൂടെ ഉണ്ട് അതിന്റെ കൂടെ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിനക്ക് തരും. നിനക്ക് തരുമെന്ന്, നിനക്കൊരു ശക്തി ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഞാനൊരു കുടുംബം, ആ കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ, ആ കുടുംബത്തിലെ കുടുംബനാഥ ഒരു പാവപ്പെട്ട സ്ത്രീ, പുറത്തുപോയി കടയിൽ പോയി ഒരു സാധനം പോലും വാങ്ങാനായിട്ട് പൊതുവെ അതിനുള്ള അവസരം ഇല്ല വീട്ടിൽ. കാരണം ഭർത്താവ് വളരെ ആക്റ്റീവാണ്. പക്ഷെ ഈ സ്ത്രീ ശാന്തമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന വീട്ടിലെ ഒരു ശാന്തമായ സ്ത്രീ. ഇവർക്കൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവാണ് എല്ലാം നോക്കുന്നത്. നല്ല സന്തോഷത്തോടെയുള്ള കുടുംബം. ഒരു അപകടത്തിൽ ഭർത്താവ് മരിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഈ ഇവരുടെ ബിസിനസ് നടത്തും? ആരിവിടുത്തെ കാര്യങ്ങൾ നടത്തും? മകനാണെങ്കിൽ ഉള്ളത് ഒരുത്തൻ കാനഡയിൽ, മകളുടെ കല്യാണം കഴിഞ്ഞതാ. ഈ കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? നാട്ടുകാരെല്ലാം പറഞ്ഞു, തീർന്നു, ആ കുടുംബം തീർന്നു. ഇനിയിപ്പം അവളെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല, പാവം, അതിനെന്നാ ചെയ്യാനാ? എന്നാ നിങ്ങൾക്കറിയോ, ഭർത്താവിന്റെ മരണം വല്ലാണ്ട് ഭാരമാണ്. പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച സ്ത്രീ, ഇന്നീ സ്ത്രീ സ്വന്തമായിട്ട് കാർ ഓടിച്ച്
ആ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നു, മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നു, കടയിൽ പോകുന്നു എന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഒരു പ്രായം വരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നു. ആ സഹോദരിയോട് ഞാൻ ഇതെങ്ങനെ ബലം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്ന വചനമാണ് ഈ വചനം. ഏതാണെന്നറിയാവോ? പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരുമെന്ന്. നിനക്കൊരു ക്രൈസിസ്, ഒരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ട ശക്തിയും കൂടെ ദൈവം നിനക്ക് അങ്ങ് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ മറിയം, നമ്മൾ നേരത്തെ വചനത്തിൽ പഠിച്ചില്ലേ, മാലാഖ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വഴിയിൽ ഇട്ടിട്ട് പോയെന്നല്ല അതിന്റെ അർത്ഥം. അവയെ നേരിടാൻ വേണ്ട ചങ്കുറപ്പ് കിട്ടിയെന്ന് ഈ സ്ത്രീക്ക്. മറിയം എന്ന് പറയുന്ന നമ്മൾ വചനത്തിൽ പഠിക്കുന്ന മറിയം ആരും കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടി, ജീവിതത്തെ നേരിടാനുള്ള ബലം. അതുകൊണ്ടാണ് കാൽവരി മലയിൽ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുമ്പോഴും ഈ അമ്മ പ്രാർത്ഥനയോടെ ആ കുരിശിൻ ചുവട്ടിൽ നിന്നത്. ആ സുന്ദരമായ പിയാത്ത ചിത്രത്തിൽ മകന്റെ ചേതനയറ്റ ശരീരത്തെ ഇങ്ങനെ നേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ അമ്മയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് വേണ്ട എന്നാന്നറിയോ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടത് ഈ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ മതി, അപ്പ ഡിം. കണ്ടിട്ടില്ലേ ചിലരോട് ചോദിക്കും, നിന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? പിന്നെ ഇങ്ങനെ സ്വയം ചിന്തിച്ച് എന്നെ എന്തിനു കൊള്ളാം? പിന്നെ മുറിക്കകത്ത് പോയി ഇരുന്ന് എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനും കൊള്ളിയാൽ. മറ്റുള്ളവർ പറയുന്നൊരു വാക്കിൽ കുടുങ്ങി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. നാട്ടുകാർ പലതും പറയുന്നു, നിനക്ക് ചുറ്റുവട്ടത്തുള്ളവർ പലതും പറയും. മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലും നിനക്കുണ്ടാവുന്ന ഒരു സംഭവത്തിലും കുടുങ്ങി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, രോഗങ്ങൾ പലതും ഉണ്ടാവും, ജീവിതം പല രീതികളിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇട്ടിട്ട് പോകാനാണോ? അല്ലെന്ന്. നിന്റെ ഉള്ളിൽ ഒരു ചങ്കുറപ്പ് വേണം. അതിനാ ജപമാല ചൊല്ലുന്നത്. ഈ ജപമാല നിനക്ക് നൽകുന്നത് ചങ്കുറപ്പിന്റെ ബലമാണ്. ഏത് പ്രതിസന്ധി വന്നാലും അവയെ കൈകാര്യം ചെയ്യാനുള്ള ചങ്കുറപ്പ്. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? അമിതമായ ആകുലത. ഇപ്പൊ ധ്യാനത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ചിലര് പറയുന്ന ആദ്യത്തെ കാര്യം അച്ഛാ, ടെൻഷൻ അച്ഛാ, ടെൻഷൻ, ആങ്സൈറ്റി. എന്താണ് ഈ ആകുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആകുലത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യം വ്യക്തം, ദൈവത്തിലുള്ള ആശ്രയത്തില്ലെന്ന്. നീ ഇങ്ങനെ ആകുലപ്പെട്ടോണ്ടിരുന്ന കാര്യം വല്ലതും നടക്കൂ? നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആരാ? നിന്റെ ദൈവം. നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന നിന്റെ ദൈവം. നിനക്കൊരു ദൈവമുണ്ടെന്ന്, നിനക്കൊരു ദൈവമുണ്ടെന്ന്. കഴിഞ്ഞ ധ്യാനത്തിന്റെ സമാപനത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോകാൻ പോവാ, പക്ഷേ ടെൻഷനാ അച്ഛാ, ടെൻഷൻ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അച്ഛാ ഞാൻ ധ്യാനത്തിന് വന്നതേ മദ്യപാനം നിർത്താനാ. ഞാൻ നിർത്തി അച്ഛാ. പക്ഷെ അച്ഛാ ഞാൻ പോകുന്നത് അച്ഛാ എൻ്റെ സാഹചര്യം അത്ര ശരിയല്ല. എൻ്റെ കൂട്ടുകാര്, എൻ്റെ ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ അടുക്കലോട്ടാ പോകുന്നത്. അവിടെ പോയാൽ ഞാൻ വീണ്ടും കുടിച്ചു പോകും എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലല്ലേ? നീ നിന്നിൽ തന്നെ ആശ്രയിക്കും തോറും നിന്റെ ആകുലത വർദ്ധിച്ചോണ്ടിരിക്കും. നീ നിന്നിൽ തന്നെ ആശ്രയിക്കും തോറും എനിക്ക് കഴിവുണ്ടോ, എനിക്ക് എന്താണ് ബലം, എൻ്റെ 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 എന്ന് ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വളരാൻ പറ്റില്ല. ആ വളർച്ച നമ്മുടെ ഉള്ളിൽ ആകുലതയായിട്ട് മാറും. ആങ്സൈറ്റി ഇപ്പൊ ഇഷ്ടം പോലെ പേരുകളിലല്ല അറിയപ്പെടുന്നത്, അല്ലേ? എന്തോരം പേരാ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, എന്തെല്ലാം കാര്യങ്ങളാണ്. എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്നാൽ എന്ത്? സ്ട്രെസ് എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്കാണ്. അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞേ.
കൃത്യം വാക്കറിയാം, പറഞ്ഞേ. പിരിമുറുക്കം. എന്നതാണ് പറഞ്ഞേ? പിരിമുറുക്കം. എന്തിന്റെ പിരിയ? എന്തോ ഒരു പിരി, മനസ്സിന്റെ പിരി. മനസ്സിനൊരു പിരിയുണ്ട്, ഒരു താളമുണ്ട്. ചിലരുടെ പിരി മുറുകിയിരിക്കുന്നു, ചിലരുടെ പിരിയില്ല. ചിലർക്ക് പിരി ലൂസ്, ചിലരുടെ പിരി വെട്ടി, അങ്ങനെയൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ഉള്ളിൽ നിനക്കൊരു താളമുണ്ട് ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഈ ചേട്ടൻ ചിന്തിക്കുന്നത് ഇന്ന് ബുധനാഴ്ച അല്ല ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇവിടെ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നു. അദ്ദേഹം ചിന്തിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച ഒരാൾക്ക് ഒരു 25,000 രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം അതും കേട്ടോണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത അടുത്ത ആഴ്ചയിൽ ഒരാൾക്ക് കൊടുക്കാനുള്ള 25,000 രൂപ. ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് 25,000 രൂപ അടുത്ത ആഴ്ച. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നു, ഇത് വർത്തമാന സമയം. അദ്ദേഹം ചിന്തിക്കുന്നത് അടുത്ത ആഴ്ചത്തെ കാര്യം. ഈ വർത്തമാന സമയവും അടുത്ത ആഴ്ചത്തെ കാര്യവും തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇടിക്കും. പിടികിട്ടുന്നുണ്ടോ? അതിങ്ങനെ പിരി ഇങ്ങനെ മുറുകാൻ തുടങ്ങും. പിരി ഇങ്ങനെ മുറുകാൻ തുടങ്ങുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേദന, ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേദന, കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ വേദന, കാലിന് വേദന, കൈക്ക് വേദന, വയറിന് വേദന. സൈക്കോസൊമാറ്റിക് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ശാരീരിക രോഗമല്ല, നിന്റെ മനസ്സിലുണ്ടായതാണെന്ന്. നിന്റെ മനസ്സിലുണ്ടായ ആ പിരിമുറുക്കം, നിന്റെ ഉള്ളിലുണ്ടായ പിരിമുറുക്കം നിന്റെ ശരീരത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ ആവോ? ഒട്ടുമുക്കാല രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ആണെന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മറിയത്തിന് എന്തെല്ലാം ഡിപ്രഷൻ അടിച്ച്, അല്ലേ, ആങ്സൈറ്റി അടിച്ച്, സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനേക്കാളും വലിയ സ്ട്രെസ് ഉണ്ടോ? മറിയം കടന്നു പോയ സ്ട്രെസ്സേ പിരിമുറുക്കം. എന്നാ പിരിമുറുക്കം! ആ സ്ത്രീ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോ ബന്ധുവായിട്ടുള്ള ഏലീശാമ ഗർഭിണി, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എന്ത് ചെയ്യും? അയ്യോ, ടെൻഷൻ. ആകുലപ്പെടാൻ പോയാൽ അതിനെ സമയമുള്ളൂ. ആകുലത എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിന്റെ ഉള്ളിൽ നിനക്ക് ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഹന്ന സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഹന്നാമ്മയുടെ ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥനയുണ്ട്. ഈ ദാസിയെ അധപ്പതിച്ച് ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ആകുലതപ്പെട്ടതുകൊണ്ടാണ്. എന്നിട്ട് വചനം പറയുന്നത് അവിടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച അവസരത്തിൽ ഈ ഹന്നാമ്മയുടെ ഒരു പുരോഹിതൻ പറഞ്ഞു, സമാധാനമായിട്ട് പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. എന്നിട്ട് വചനം മുന്നോട്ട് വായിക്കുമ്പോൾ 15-ാം തിരുവചനം പറയുന്നു, 18-ാം തിരുവചനം പറയുന്നു, പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. സ്വയം ചിന്തിച്ചോണ്ടിരുന്നപ്പോൾ, ആകുലപ്പെട്ടോണ്ടിരുന്നപ്പോൾ ഉറക്കം പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നീ നിന്റെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് നിന്റെ കഴിവിൽ നീ എന്ന വ്യക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് ഉറക്കം നഷ്ടപ്പെടും, പിരിമുറുക്കം കൂടും, ആങ്സൈറ്റി, ഡിപ്രഷൻ പലതരത്തിലാകും. ആശുപത്രി പോകും, മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചാൽ എന്താ പ്രത്യേകത? നീ പിന്നെ സഡേഷൻ മൂഡാണ്, അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് പോകും, അല്ലേ? അങ്ങനെ ഇരുന്ന് പോകും. ഇന്നത്തെ പിള്ളേര് ചോദിക്കുന്നത് ഏത് മൂഡ്, അതാ ചോദിക്കുന്നത്. നീ ഏത് മൂഡാന്നാ ചോദിക്കുന്നത്? ഏതാ വൈബ് ഏതാന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നൊരു കുടുംബം, ചെറുക്കൻ ക്ലാസ്സിൽ കയറുന്നില്ല, പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിച്ചടാ കയറുന്നില്ല. അച്ഛാ, എനിക്കിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു വൈബില്ല. എന്തില്ലെന്ന്? വൈബില്ല. ഞാൻ ചോദിച്ചു, ഈ വൈബ് എപ്പോ വരും? വൈബ് വരുമ്പോൾ ഞാൻ കയറാം, എനിക്കൊരു മൂഡില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ ഉള്ളില് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജപമാല പിടിച്ചോളാൻ പറഞ്ഞത്. നമ്മുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയത്തില്ലേ? ചിലർക്ക് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഒരു മൂഡ്, 10 മണിയാകുമ്പോൾ വേറെ ഒരു മൂഡ്, 12 മണിയാകുമ്പോൾ അടുത്ത മൂഡ്, ഉച്ച കഴിയുമ്പോൾ വേറെ മൂഡ്. ഇതേത് മൂഡ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? നിന്റെ ഉള്ളില് ഈ ജപമാല നൽകുന്ന ബലം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, സാഹചര്യങ്ങൾ എത്ര വിപരീതമായിട്ടുണ്ടെങ്കിലും, ഈ ജപമാല പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിനക്ക് നൽകുന്ന ബലം ജീവിതത്തിലെ വ്യത്യസ്തമായ മൂടുകളെ, വ്യത്യസ്തമായ അവസ്ഥകളെ ചേർത്ത് പിടിച്ച മറിയമാണ്. ഇട്ടിട്ട് പോയില്ലെന്ന് മറിയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു യാത്രയാണ്. എവിടെ തുടങ്ങുന്നു? ഫിയാത്തിൽ നിന്ന് തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്ര. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ആകുലപ്പെടേണ്ട. എന്നിട്ട് അതിന്റെ മുമ്പോട്ട് നീങ്ങുമ്പോൾ 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31, ചാപ്റ്റർ 6 വേഴ്സ് 31. 31-ാം തിരുവചനത്തിൽ, അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. 33-ാം തിരുവചനം വായിച്ചു. 34 വായിച്ചോ. 34. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. വായിക്കാവോ? സെന്റ് പോൾസ് ലെറ്റർ ടു പീറ്റർ, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം. നല്ല ഒന്നാം തരം വചനം, ഇത് കാണാതെ പഠിച്ചോ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം വായിച്ചേ. 6-ാം തിരുവചനത്തിൽ എന്താ പറയണത്? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലിപ്പോകുമ്പോൾ ഓരോ നിമിഷവും നീ വിശ്വസിക്കണം, എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം എന്റെ ഉള്ളിലുണ്ട്. മറിയത്തിന്റെ മുമ്പിൽ നിന്ന് മാലാഖ മറഞ്ഞുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ചിട്ട് എല്ലാം വിട്ടിട്ട് ഇനി നീ സഹിച്ചോ എന്ന് പറഞ്ഞു പോയെന്നല്ല, അവളുടെ ഉള്ളിൽ അന്നു മുതൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി, പരിശുദ്ധാത്മാവ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. സമാധാനം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമാധാനം. എല്ലാ ധാരണയെയും ചിന്തയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. അപ്പോൾ നിങ്ങളെ കാത്തുകൊള്ളുമെന്ന വചനത്തിന്റെ അർത്ഥം എന്താ? പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, സങ്കടങ്ങൾ പലതും ഉണ്ടാവും. അതിന്റെ എല്ലാം മധ്യത്തില് വീഴാതെ ജീവിക്കാൻ ഒരു ബലം ദൈവം തരും. എല്ലാവരും ചാടി എഴുന്നേറ്റ് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ജപമാലയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈ ജീവിത വഴികളിൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃക തന്ന പരിശുദ്ധ മറിയം. ഇതൊരു യാത്രയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പിയാത്തയിലേക്ക് എത്തുന്ന യാത്ര ആരംഭിച്ചത് ലൂക്കാസ് സുവിശേഷം 1:38. ഫിയാത്തിൽ നിന്ന് പിയാത്ത വരെയുള്ള യാത്ര. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിത വഴികളിലെല്ലാം അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് നിങ്ങളിന്ന് കടന്നു പോകുന്ന യാതനകൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അനുഭവങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ, ശാരീരിക രോഗങ്ങൾ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ആ വിഷയങ്ങളിൽ മറിയത്തെ പോലെ ബലപ്പെട്ട് ജീവിക്കാൻ കൃപ തരണമേ. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും അസ്വസ്ഥപ്പെട്ട് ജീവിതം നശിപ്പിക്കാനല്ല, മറിച്ച് ബലപ്പെട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിന്റെ ബലം നൽകണമേ. അഭിഷേകത്തിന്റെ ബലം നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.